நமஸ்காரம் ரஜித் அண்ணா. வணக்கம் வணக்கம். எப்படி இருக்கீங்க? சிக்கிம் வந்திருக்கீங்க, அதுவும் ஒரு யாகம் முடிச்சு, உஜ்ஜயினி யாகம் முடிச்சு, அந்த ரெஸ்ட் கூட இல்லாம, அதுவும் 1ஆம் தேதி நீங்க திருப்பியும் ஜாயின் பண்ண ஒர்க்குக்கு. நம்ம இப்போ 4 டேஸ்க்கு வந்திருக்கோம் இங்க சிக்கிம்க்கு. என்ன டியூட்டின்னு தெரிஞ்சுக்கலாமா? ഇന്ന് പറഞ്ഞ എന്നോട് ബർത്ത്ഡേ ஹாப்பி பர்த்டே. தேங்க்யூ. எல்லா பர்த்டே விஷஸ் பண்ணி எல்லாருக்கும் ரொம்ப தேங்க்ஸு. உங்களோட ஸ்நேகம் தான் എനിക്ക് ரொம்ப ബലം. അതെ, தேங்க்யூ. இங்கே മുറിയപ്പുരയുടെ മെസ്സേജിൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജ് കിടത്തിയിട്ട് தான் മുറിയപ്പുര അനുപ്പിയിട്ട് தான் ഞാൻ ഇங்கே വന്നത്. അതെന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്തടം സിക്കിമിൽ ക്യാപിറ്റൽ ഗാങ് ടൗണിലൊരു കാഞ്ചൻജംഗ മൗണ്ടൻ ഇരിക്കുക. ആ മൗണ്ടൻ സ്കൈഡ് മൗണ്ടൻ ரொம்ப സീക്രട്ടാன വിഷയങ്ങൾ അതിലിരിക്കുക. അങ്ങ് ഒരു അഗ്നി സ്പെഷ്യലാണ് ഒരു അഗ്നി ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അത് അഗ്നി റിലേറ്റഡ് ടു ഭാരത്, ഇന്ത്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അഗ്നി. ആ അഗ്നി ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, അതൊക്കെ കാവൽ നിൽക്കുന്നത് യതികളാണ് കാവൽ നിൽക്കുന്നത്. യതികളുടെ കാവലിൽ അത് അഗ്നി ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതൊക്കെ അപ്പുറം അത് മറ്റുമല്ല, അങ്ക കുമാരികാണ്ഡത്തിന് നിറയെ രഹസ്യങ്ങളും അങ്ക വെച്ചിരിക്കുക. അതുക്കും കാവൽ നിൽക്കുന്നത് യതികൾ தான். അപ്പോൾ യതികളുടെ കാവൽ ബ്ലെസ്സിങ് കിടച്ചാൽ മാത്രമേ അത് നമുക്ക് അത് കിടക്കാൻ മുടിയുള്ളൂ. ഇപ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത യാഗം നടക്കാൻ പോകുന്നത് അഗ്നിയാഗം தான். ഇപ്പോൾ സ്പേസും മുടിച്ച് അഗ്നിയിലേക്ക് കിടക്കാൻ പോകുന്നത്. அந்த டைமில் தான் முருகப்பெருமாள் இந்த மெசேஜ் தந்து இங்கே அனுப்பியது. இந்த നമുക്കൊരു പൂജാറൂം മാതിരി. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് தான் நம்ம வீட்டில் പൂജാമുറി വെക്കുക, நம்ம വീടുകൾ. ഇത് ഇന്ത്യയുടെ ഭാരതത്തിലെ പൂജാ റൂം தான் നോർത്ത് ഈസ്റ്റ് സൈഡിൽ, இந்த ഗാങ്ടോങ്ങിലും இந்த കാഞ്ചൻജംഗ മൗണ്ടൻ. അധികം ആവൽ നിൽക്കുന്നതോ യതികളെ കുറിച്ച് നമുക്ക് തെരിയും. നിറയെ മിസ്റ്റിക് വിഷയങ്ങൾ ഇരിക്കുക യതികളെ കുറിച്ചിട്ട്. അവരെക്കുറിച്ച് നിറയെ വിഷയങ്ങൾ, നിറയെ ആൾക്കാർ അതിനെക്കുറിച്ചിട്ട് റേറ്റ് പണിയിരിക്കുക. ഇന്ത്യൻ ആർമിയും കൂടി കുറച്ച് നാൾ മുമ്പ് റേറ്റ് പണിയാச்சு. പക്ഷേ ഇത് ശരി, അവരുടെ ബ്ലെസ്സിങ് കിടച്ചാൽ നമുക്ക് നിറയെ സീക്രട്ടുകൾ കിടക്കും. മുരുകപ്പുരയുടെ ബ്ലെസ്സിങ്ങിൽ കിടച്ചിട്ട് ഞാൻ இந்த மெசேஜ் கிடைக்க ரொம்ப கஷ்டம் ஆயாச்சு டீகோட் பண்ணான். പക്ഷേ ലാസ്റ്റ് தான் டீகோட் பண்ணிയപ്പോൾ தான் അത് കിടച്ചത് യതികൾ എന്നത്. അവരുടെ ബ്ലെസ്സിങ് അപ്പോൾ കിടച്ചാച്ച് അവരുടെ പാദത്തിൽ നമസ്കാരം പണി ഇനിയുള്ള വിഷയങ്ങൾ തരാൻ വേണ്ടി അടുത്ത യജ്ഞയാഗം നമുക്ക് ரொம்ப ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിனைக்கிறேன். ഇപ്പോൾ നമ്മൾ ഇതുവരെ യാഗം പണിയ മാതിരിയല്ല, അതുക്കും മേലെ നിൽക്കേണ്ട യാഗം, പെരിയ യാഗം, അതുക്കും മേലെ നിൽക്കുന്ന യാഗം. അപ്പോൾ അതുക്ക് യതികളുടെ ബ്ലെസ്സിങ് വേണം. കാരണം അതിൻ്റെ അഗ്നി അവർ താൻ ചെയ്യണത്. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ്ങൾക്ക് தான் ഇங்கே വന്നത്. ഇங்கே കാഞ്ചൻജംഗ ഇங்கே ഗാങ്ടോങ്ങിൽ ഒരു മൊണാസ്ട്രി ഇരിക്കുക, என்ஜி மொனாஸ்ட்ரி. ഈ എൻജി മൊണാസ്ട്രിയിൽ ഒരു സ്പെഷ്യൽ എന്നാ தெரியுமா? അங்கே தான் ഗുരു പരമസംഭവ 3 ഡേറ്റുകളെ വെച്ചിരിക്കുക കാവലായിട്ട്. ഒന്ന് കാഞ്ചൻജംഗ ഡേറ്റ്, ഒന്ന് യതി, ഒന്ന് മഹാകാൽ വെരി ഇമ്പോർട്ടൻറ്റ്. 3 ഈ ഗുരു പരമസംഭവ എനിക്ക് നല്ല സെക്കൻഡ് ടൈം தான் എന്നോട് ലൈഫിൽ വരുന്നത്. മുരുകപ്പെരുമാൾ 2013 ഭൂട്ടാനിൽ അനപ്പിയപ്പോൾ അങ്ങൊരു ടൈഗർ നെസ്റ്റ് എന്ന മലയിലേക്ക് ഞാൻ പോയാച്ച്. அங்கே அந்த மலைக்கு முകളിல் இவரோட கோவில் குரு பரமசம்பவ கோவில் தான் இருக்கிறது. அவர் தான் கோவில் தான் அங்கே இருக்கிறது. அவர் தான் இங்கே வந்துட்டு இந்த டைட்டியில் பிரதிஷ்டை பண்ணி. இப்போ கண்டிப்பாக அவர் எப்படி வச்சா அவர் 2 வைஃபு தான் இருக்கும். நம்ம முருகப்பெருமாள் இருக்கிற மாதிரி தானே அவரோட டைட்டி. അപ്പോൾ അവർ தான் ഇங்கே പ്രതിഷ്ഠ பண்ணிட்டு இந்த കാവലിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ് നമുക്ക് തേവ. ഇന്ന് ഇங்கே വന്നിട്ട് அந்த മോർണിംഗ് என்னோட பர்த்டேக்கு മോർണിംഗ് அங்கே போய் ப்ரேயர் பண்ணியாச்சு. அதுக்கப்புறம் தான் இங்கே வந்தது. இனி ரிட்டர்ன் போகுது. அங்கே போயிட்டு வீണ്ടും கொஞ்ச நேரம் உட்கார போகுது. இந்த இடம் இது ഒരു കോവിൽ தான். ആർമിക്കാർ ഒരു ഗുരു ബാബ ഹർഭജൻ സിംഗ് കോവിൽ தான் ഇங்கே ഒരു ആർമി, അവരുടെ അവർക്ക് വർക്ക് പണി ഒരു ആർമിക്കാരന് കിട്ടിയ കോവിൽ தான் ഇங்கே ഉള്ളത്. ഇവരെന്താ ഹർഭജൻ സിംഗ്, ഗുരു ബാബ ഹർഭജൻ സിംഗ് ആർമിയിലെ ഒരു സോൾജറായിരുന്നു. അവരൊരു ട്രെക്കിംഗ് പോണ ടൈമിൽ ഒരു ഡെത്തായാச்சு. പക്ഷെ അതുക്കപ്പുറം നിറയെ ആർമി ഓഫീസർക്ക് ഒരു കനവിൽ വന്നിട്ട് അവർക്ക് ഹെൽപ്പ് പണിക്കൊണ്ടിരുന്നത്, പ്രൊട്ടക്ട് പണിക്കൊണ്ടിരുന്നാச்சு. അത് தெரிஞ்சிട്ട് ആർമി ഓഫീസേഴ്സ്, ഇന്ത്യൻ ആർമി അവർക്ക് ഗവൺമെൻറ് ലെവലിൽ ഒരു കോവിൽ വെച്ചിരിക്കുക. ഇപ്പോഴും അവർക്ക് പെൻഷൻ എന്താ മാതിരി കൊടുക്കണമെന്ന് വേൾവി. അவ்வளோ പവർഫുള്ളാണ് ഒരാൾ താനിത്. അവരുടെ കോവിൽ തങ്കിയുള്ളത് ഇത് 12,000 ഫീറ്റ് ഹൈറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉങ്ങളോട് പേശിക്കൊണ്ടിരിക്കണത്. சரியான கோல்டு இருக்கு, உங்களுக்கு பார்த்தா தெரியும். மிஸ்டே ரொம்ப நீங்களே பார்க்கலாம். என்ன சுவிட்சர்லாந்து அந்த மாதிரி சொல்லலாம். சைபீரியா தோத்துருன்னு சொன்னாங்க கொஞ்ச நேரம் முன்னாடி ரஜித் சொன்னாரு. சைபீரியாக்கு போன மாதிரி அவ்வளோ கோல்டு இருக்கு. அங்க ஒரு கோவில் பார்த்தாச்சு. அது ஒரு கோவில் இப்போ பூட்டி இருக்கு. சிவபெருமாள்ல கோவில்
പാത്താച്ച ഈ മഹാകാലി ഇപ്പോൾ ഒരു അഗ്നി വന്നു എന്നുള്ള വിഷയം പാത്താച്ച ഒരു 1 വീക്ക് നമ്മൾ യാഗത്തേക്ക് അപ്പുറം അത് തപ്പാനതല്ല. കാരണം ഇങ്ങനെ മഹാകാലി ഇരിക്കാൻ എന്താ അഗ്നി ഇങ്ങനെ താൻ അവർ യതികൾ കാവൽ നിൽക്കുന്നത് ഭാരതത്തിന്. നമ്മൾ അഗ്നിയാഗത്തേക്ക് പോകുമ്പോൾ ഒരു അഗ്നിയുടെ ഒരു ഇത് ഫ്ലോ വന്നിരിക്കുകയാണ്. അതുതാണ് അങ്ങനെ നടന്നത്. അപ്പോൾ അടുത്ത ലെവലിലേക്കുള്ള സീക്രട്ടിലേക്ക് പോണ മാതിരി അതേമാതിരി ഒരു വിഷയം കൂടി ഞാൻ சொல்லണം. സുഭാഷ് ചന്ദ്രബോസ് എൻ്റെ മെസ്സേജ് കിടച്ചപ്പോൾ ഒരു പേരും കൂടി എനിക്ക് കിടച്ച സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ നിറയെ എല്ലാ യാഗത്തേക്കും ഓരോ ലീഡർമാർക്ക് നമ്മൾ ദർപ്പണം പണ്ണാറുണ്ട്. ഇന്നത്തെ തടവ് സുഭാഷ് ചന്ദ്രബോസ് വന്നത്. പക്ഷേ ഇന്നത്തെ തടവ് ദർപ്പണം മാതിരി അല്ല, അതുക്കും മേലെ. കാരണം സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ നനയ്ക്കണ മാതിരി ഒരു ലീഡർ മട്ടുമല്ല, നിറയെ ഒരു മിസ്റ്റിക്കാനൊരാൾ തന്നെ അവർ. ഞാൻ നനയ്ക്കണത് അവർ இந்த യതിയായിട്ടും இந்த കാഞ്ചനജംഗ മൗണ്ടായിട്ടും നിറയെ കണക്റ്റഡ്. അവർ ഒരു ഹ്യൂമൻ ഡെത്ത് ആവണ വരെ ഒരു ഡെത്ത് ആയിട്ടില്ല. അപ്പോഴാണ് നനയ്ക്കുന്നത്. ഇനി നിറയെ വിഷയങ്ങൾ എനിക്ക് അതിൽ ചൊല്ലാൻ മുടിയും മുരുകപ്പുരയുടെ ബ്ലെസ്സിങ്ങിൽ. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതെല്ലാം ചൊല്ലാം. അപ്പോഴേ ഒരു പെരിയൊരു മെസ്സേജ്, അതായത് സിക്കിം, ഗാങ്ടോക്ക്, കാഞ്ചനജംഗ മൗണ്ടൻ, യതിക്ക് அவ்வளோ பெரிய விஷயம். அங்கே முருகப்பெருமாளோட பிளெஸ்ஸிங்கில் அவரோட பிளெஸ்ஸிங் கிடைக்க வந்ததே இங்கே வந்து ப்ரேயர் பண்ண முடிஞ்சது ரொம்ப பெரிய விஷயம். நிறைய குருக்கள் சொல்லியிருக்காங்க யதிகளை. நிறைய ആൾക്കാർ சொல்லியிருக்காங்க. അവർ കാവൽ നിൽക്കുകയാണ് ഒരു അഗ്നിക്ക്, പിന്നെ നിറയെ കുമാരികാണ്ഡം വിഷയങ്ങൾക്ക്. അങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാം മുരുകപ്പെരുമാളുടെ ബ്ലെസ്സിങ്. ഓം ശരണഭവായ.